ഹലോ, വെൽക്കം ബാക്ക്. ശീർഷിയുടെ ഇത്തവണത്തെ നോളജ് മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അതേപോലെ തന്നെ വളരെ കൾച്ചറലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അതായത് തലമുറകളായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു പ്രാക്ടീസിനെ പറ്റിയും ആ പ്രാക്ടീസിൻ്റെ റൂട്ട്സ് എന്താണ്, അത് എന്താണ് അതിന് പിന്നിലെ ആറ്റിറ്റ്യൂഡ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ മിസോജിനി എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. എന്താണ് മിസോജിനി? സ്ത്രീ വിരുദ്ധത എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് മിസോജിനി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹേറ്റ്രഡ് ഓർ കണ്ടംപ്റ്റ് അഗൈൻസ്റ്റ് വുമൺ. മിസോ അഥവാ ഹേറ്റ്, ടു ഹേറ്റ്. ജിനി എന്ന് പറയുമ്പോൾ വുമൺ. അങ്ങനെയാണ് ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചു വന്നിരിക്കുന്നത്. അടുത്തതെന്ന് വെച്ചാൽ മിസോജിനിക്ക് കുറേ ഫോംസ് ഉണ്ട്. ലൈക്ക് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ, ഡൊമസ്റ്റിക് വയലൻസ്, അതേപോലെ ഫെമിസൈഡ്. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ലൈക്ക് പെൺകുട്ടിയാണ് എന്നറിയുന്ന നിമിഷം തന്നെ അതിനെ കൊന്നു കളയാനുള്ള ഒരു ഇൻക്ലിനേഷൻ ഒക്കെ മിസോജിനിയുടെ പാർട്ടായിട്ട് വരും. അത് സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോളജിക്കൽ ടെക്നിക്സ് ടു മാനിപ്പുലേറ്റ് ആൻഡ് കൺട്രോൾ വുമൺ, ലീഗലി സോഷ്യലി ഒക്കെ അവരെ എക്സ്ക്ലൂഡ് ചെയ്യാനും ഇൻഫീരിയർ ആയിട്ട് ചിത്രീകരിക്കാനും, അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ മാത്രം യൂസ് ചെയ്യാൻ മാത്രമായി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ ആണ് മിസോജിനി വർക്ക് ചെയ്യുന്നത്. സോ മിസോജിനിക്ക് പല പല സൈറ്റിങ്സ്, ഹിസ്റ്ററിയിൽ തന്നെ ഒരുപാട് സൈറ്റിങ്സ് മിസോജിനിക്ക് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരെണ്ണമാണ് ദ വുമൺ ഹേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അത് 1620 പ്രിന്റ് ചെയ്തെടുത്ത ഒരു വർക്കാണ്. ആ വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് നോട്ട് വർത്തി വർക്ക്സ് ഓൺ മിസോജിനി. ആൻഡ് ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഇപ്പോൾ പ്രൈമർലി ബൈ മെൻ, വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കൾച്ചറും കസ്റ്റമുമായി മാറ്റിയെടുത്ത ഒരു പ്രാക്ടീസ്, വേ ഓഫ് ലിവിങ് ആണ് ശരിക്കും പറഞ്ഞാൽ മിസോജിനി എന്ന് പറയുന്നത്. മിസോജിനി ഫെമിനൈൻ ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസിനെയും, ലൈക്ക് മദറിങ്, മെറ്റേണൽ ഇൻസ്റ്റിങ്സ്, അതുപോലെ തന്നെ എല്ലാ സോഫ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിനെയും സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെയും കണ്ടംപ്റ്റ് കൊണ്ട് കാണുകയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ട് തന്നെയാണ്, സൊസൈറ്റിയുടെ ഒരു പാർട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മിസോജിനി എന്ന് പറയുന്നത്. പിന്നെ വീക്കായിട്ടുള്ള ഒരു മാസ്കുലൈൻ മൈൻഡിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡായിട്ട് മിസോജിനിയെ നമുക്ക് കാണാം. കാരണം ഓപ്പോസിറ്റ് സെക്സിനെ ഇൻഫീരിയർ ആയിട്ട് കണ്ടുകൊണ്ട് മാത്രമേ തനിക്ക് സുപ്പീരിയോറിറ്റി നേടിയാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ളൊരു തോട്ടിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഇൻക്ലിനേഷൻസ് ആണ് മിസോജിനിക്ക് പൊതുവെ ഉള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ ജെൻഡറിനെയും ലൈക്ക് ആ ഒരു ഫെമിനീനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയും ഒപ്രസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെം ഫോബിയ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ഫെം ഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനീനായിട്ടുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സിനെയും പേടിക്കുകയും ആ പേടി കാരണം ഇതിനെ മാക്സിമം ഒപ്രസ് ചെയ്യാൻ നോക്കുകയും ശ്രമിക്കാനുള്ള ഒരു ഇൻക്ലിനേഷനാണ് ഫെംഫോബിയ എന്ന് പറയുന്നത്. കുറേ ഡിക്ഷണറീസിൽ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ സോഷ്യൽ ലൈക്ക് റിസർച്ചസിൽ ഒക്കെ ഒവേർട്ടായിട്ട് നമുക്ക് മിസോജിനിയെ പറ്റി കാണാനും കേൾക്കാനും കഴിയും. ആൻഡ് ഒരു സെക്സിസ്റ്റ് പ്രിജുഡിസും ഐഡിയോളജിയും വെച്ച് ജീവിക്കുന്ന ആൾക്കാരിൽ കൂടുതൽ പ്രോമിനൻ്റായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് മിസോജിനി എന്ന് പറയുന്നത്. പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ, പോണോഗ്രഫി, കണ്ടംപ്റ്റ് അഗൈൻസ്റ്റ് വുമൺ, അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ഉള്ള എല്ലാ ലീനിയേജ് ഓഫ് വയലൻസസിലും വുമൺ നേരിടേണ്ടി വരുന്ന ആ ഒരു ഒപ്രഷനെ ലൈക്ക് കൂടുതലും കാരണമാവാറുള്ളത് മിസോജിനിയാണ്. ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയ ഒരു സീരീസാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അഡോളസൻസ് നെറ്റ്ഫ്ലിക്സിൽ, അതുപോലെ തന്നെ നമ്മളുടെ ലൈക്ക് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ ഒരുപാടധികം ശ്രദ്ധ നേടിയ ഒരു സീരീസ് ആയിരുന്നു. ആൻഡ് ആ സീരീസിൽ എടുത്തു പറയുന്ന പല ഫാക്ടേഴ്സും മിസോജിനി തന്നെയാണ്. മിസോജിനിയെ എത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സീരീസാണത്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതലും നമുക്കതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് മനസ്സിലാവും. മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള അതിനെ ഒരുപാട് പേര് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ യൂണിവേഴ്സൽ ഫിനോമിനൻ ആണ്. ഇപ്പോൾ നമ്മൾക്ക് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു
ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു ഡേവിഡ് ഗിൽമോർ ആർഗ്യൂസ്. അപ്പോൾ പുള്ളി പറയുന്നൊരു കാര്യമാണ്, അതായത് നിയർ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഫിനോമിനൻ മാത്രമാണ്, അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ മിസോജിനി എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാലം തൊട്ടുള്ള ഒരു റൂളേഴ്സിലും അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഭരണം ഏറ്റെടുത്തിരുന്ന ആൾക്കാരിലൊക്കെ ഒരുപാട് കൂടുതലായി കണ്ട് വന്നിരുന്ന കാര്യവും അവരുടെയൊക്കെ ഒരുപാട് കോഡ്സിലും ഒക്കെ മിസോജിനി എടുത്ത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സെഞ്ച്വറിയിൽ മിസോജിനി ഒരുപാടധികം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഇപ്പോഴും അതിൻ്റെ ട്രേസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ മിസോജിനിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് അ ലോട്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക്സ് അ ലോട്ട്.